ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വെറൈറ്റി ഐറ്റമാണ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുവരെ ആരും യൂസ് ചെയ്യാത്തൊരു സംഭവമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സാധനം, നമ്മുടെ കൊരട്ട എന്നാണ് പറഞ്ഞത്, കാഷ്യൂവിൻ്റെ തോടാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ കറി വെക്കാൻ വേണ്ടി എടുത്ത സമയത്ത് അതിൻ്റെ തോട് ഇളക്കി മാറ്റിയതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി നമ്മൾ ബേസൊക്കെ പ്രിപ്പയർഡ് ആണ്. ഇനി നമുക്ക് ഇത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ കാണുക. നമ്മൾ ഈ കാഷ്യൂവിൻ്റെ തോട് വെച്ചിട്ട് ഒരു ഫ്ലവർ പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ഫ്ലവറിൽ 3 പെറ്റൽസ് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ 3 പെറ്റൽസും ഒട്ടിച്ചെടുക്കുക. അതുപോലെ അറേഞ്ച്മെൻറ്റ്സൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. എത്ര പെറ്റൽസ് വേണോ അത്രയും പെറ്റൽസ് തന്നെ ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മളിത് എടുക്കുന്ന സമയത്ത് ഞാനിത് ഒരുപാട് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടൊക്കെയാണ് എടുത്തത്. മുമ്പേ എടുത്ത് വെച്ചതാണ്, ഇപ്പോഴാണ് ഇത് യൂസ് ചെയ്തത്. അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് അതിനകത്തൊരു കറ പോലെയുള്ള സംഭവം ഉണ്ടാകും. നമ്മുടെ കൈ പൊള്ളുന്ന സാധനമാണ്. അപ്പോൾ സൂക്ഷിച്ച് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തിട്ടെടുക്കുക. ആദ്യം ഞാൻ റെഡ് കളറാണ് ചൂസ് ചെയ്തത്. പക്ഷേ അത് ഒരു പിങ്ക് ഷെയ്ഡാകുമ്പോൾ നല്ല ഭംഗിയുണ്ട് തോന്നി. അപ്പോൾ ഞാനതിനെ പിങ്കാക്കി മാറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ പിങ്ക് ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഇനി വെറൈറ്റി പല കളേഴ്സ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എല്ലാത്തിനും ഒറ്റ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ പെയിൻറ്റ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ എല്ലാം പെയിൻറ്റ് ചെയ്തതിന് ശേഷം ലീവ്സ് വെച്ച് കൊടുക്കുക. ലീവ്സിന് നമ്മൾ എടുക്കുന്നത് ഇതുപോലത്തെ ഒരു സ്പോഞ്ച് പോലത്തെ ഷീറ്റ് ഉണ്ടല്ലോ, നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന, അതാണ് യൂസ് ചെയ്യുന്നത്. എനിക്കതിൻ്റെ പേരറിയില്ല. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഇതിന് മുമ്പ് ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സെയിം സാധനം തന്നെയാണ് നമ്മൾ ലീവ്സിന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഫുള്ള് ലീവ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിന് ബ്രാഞ്ചസ് വരച്ച് കൊടുക്കുകയാണ്. ബ്രാഞ്ചസ് ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യുന്നൊന്നുമില്ല. ജസ്റ്റ് ഗ്രീൻ കളർ വെച്ചിട്ട് ഒരു തിന്നായിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിന് എല്ലാത്തിനും ബ്രാഞ്ചസ് വരച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്നും കൂടെ ഒന്ന് ലുക്കാക്കാനുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് തെർമോക്കോൾ ബോൾസാണ്. ആ ബോൾസും കൂടെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ഞാൻ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലും അതുപോലെ ഈ ബ്രാഞ്ചസിൻ്റെ എഡ്ജിലും കൂടെയാണ് തെർമോക്കോൾ ബോൾസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു സ്റ്റെപ്പ് ഉള്ളത് വാർണിഷും കൂടെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതേതായാലും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. നമ്മളിപ്പോൾ ഫ്രെയിമിന് ബ്ലാക്ക് കളർ ചെയ്തിട്ടുണ്ട്. പിന്നെ ലീവ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലീവ്സ് ആ പിങ്ക് ഷെയ്ഡിനോട് വൈറ്റ് കളറും നല്ല കോമ്പിനേഷനാണ്. അപ്പം ഞാൻ ഗ്രീൻ കളറും അങ്ങനെ ലീവ്സിൻ്റെ കളറൊന്നും കൊടുത്തിട്ടില്ല. അതിൻ്റെ ഒറിജിനൽ കളറിൽ തന്നെ വിട്ടിട്ടാണുള്ളത്. എന്തായാലും നല്ല ലുക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര നല്ല ഒരു ഭംഗിയിൽ കിട്ടുമെന്ന്. അപ്പോൾ എല്ലാവരും കാഷ്യൂവിൻ്റെ ഇതുപോലെ തോടൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ യൂസ് ചെയ്യുമല്ലോ കറിയൊക്കെ വെക്കാനായിട്ട്, അന്നേരം കിട്ടുന്ന സമയത്ത് ഇതുപോലൊക്കെ ചെയ്ത് നോക്കാം. നല്ല ലുക്കാണ് കാണാൻ. ഇതിലെങ്ങനെയാണെന്ന് അറിയില്ല. ഇത് ഔട്ട് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് കാണുക. കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്